ബിജെപിയിലേക്ക് മടങ്ങിയെത്തി ജനാർദ്ദന റെഡ്ഡി. KRPPയെ ബിജെപിയിൽ ലയിപ്പിച്ചാണ് ജനാർദ്ദന റെഡ്ഡിയുടെ പാർട്ടി വീണ്ടും ബിജെപിയിലേക്ക് തിരികെ എത്തിയത്. ജനാർദ്ദന റെഡ്ഡിയുടെ സാന്നിധ്യം കല്യാൺ കർണാടകയിൽ ബിജെപിക്ക് കരുത്ത് പകരും. ബംഗളൂരുവിൽ ബിജെപി ആസ്ഥാനത്ത് മുതിർന്ന നേതാവ് യെദ്യൂരപ്പയുടെ സാന്നിധ്യത്തിലായിരുന്നു ജനാർദ്ദന റെഡ്ഡിയുടെ ബിജെപിയിലേക്കുള്ള മടക്കം. ഇതോടെ 2022 രൂപീകരിച്ച കല്യാണ രാജ്യ പ്രകൃതിപക്ഷ പാർട്ടി ബിജെപിയിൽ ലയിച്ചു. നരേന്ദ്രമോദിയെ 3ാം തവണയും പ്രധാനമന്ത്രിയാക്കുക എന്ന രാജ്യതാൽപര്യം കണക്കിലെടുത്താണ് മടക്കമെന്ന് ജനാർദ്ദന റെഡ്ഡിയുടെ പ്രതികരണം. In the interest of the nation, to support Mr. to become third time Prime Minister, so I have joined my Bharatiya Janata Party. I have come back to my home. ബല്ലാരി അടങ്ങുന്ന കല്യാൺ കർണാടക മേഖലയിൽ നിർണായക ശക്തിയാണ് ഖനി വ്യവസായികളായ റെഡ്ഡി സഹോദരന്മാർ. കരുണാകർ റെഡ്ഡിയും സോമശേഖര റെഡ്ഡിയും എക്കാലവും ബിജെപിക്കൊപ്പം ഉറച്ചു നിന്നുവെങ്കിലും 2022 ജനാർദ്ദന റെഡ്ഡി പുതിയ പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. ബിജെപിയെ വെല്ലുവിളിച്ച് 46 സീറ്റിൽ KRPP മത്സരിച്ചുവെങ്കിലും ജനാർദ്ദന റെഡ്ഡി ഒഴികെ എല്ലാവരും തോറ്റു. കർണാടകയിലെ 28 ലോക്സഭാ മണ്ഡലങ്ങളും ലക്ഷ്യമിടുന്ന ബിജെപിക്ക് കരുത്ത് പകരുന്നതാണ് ജനാർദ്ദന റെഡ്ഡിയുടെ മടക്കം. ജനം, ഡൽഹി.